ഒറ്റപ്പാലം നഗരസഭയിലെ 32, 33, 34 വാർഡുകളിലൂടെ കടന്നുപോകുന്ന കണ്ണിയമ്പുറം പനമണ്ണ റോഡിലെ തോടിന് കുറുകെയുള്ള തോട്ടുപാലം അപകടാവസ്ഥയിൽ. ഏകദേശം 70 വർഷം പഴക്കമുള്ള പാലമാണിത്. ഒറ്റപ്പാലം നഗരസഭയിലെ 32, 33, 34 വാർഡുകളിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ കണ്ണിയമ്പുറം സൗത്ത് പനമണ്ണ റോഡ്. ഈ റോഡിൽ ഉള്ള ഒരു കണ്ണിയമ്പുറം പനമണ്ണയും വേർതിരിക്കുന്ന തോട്ടുപാലം ഏകദേശം 70 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. ആ പഴക്കമുള്ള പാലം അത് ദ്രവിച്ചു പോയി. ആ പാലം ഇപ്പോൾ ജീർണാവസ്ഥയിലാണ്. ഏത് സമയം വലിയൊരു അപകടം പറ്റാവുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ തന്നെ 1-2 അപകടങ്ങൾ ചെറുതായിട്ട് കഴിഞ്ഞു. അതിൻ്റെ അടിമുഴുവൻ കോൺക്രീറ്റ് ദ്രവിച്ചു പോയിട്ട് കാലപ്പഴക്കം കൊണ്ട് അതിന് ശേഷിയില്ലാതായിരിക്കുന്നു. ഈ റോഡെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതും എത്രയും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്നതുമാണ്. ഇവിടെ ഏകദേശം 75ഓളം ബസ് ട്രിപ്പുകൾ നടത്തുന്നുണ്ട്. ഇതിൽ കൂടെ ഒരു 30ലധികം സ്കൂളുകളിലേക്കുള്ള വാഹനങ്ങൾ ഈ വഴിയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ ചെർപ്പളശ്ശേരി ഭാഗത്തേക്ക്, വട്ടനാൽ ഭാഗത്തേക്ക്, അതുപോലെ തന്നെ വീട്ടാമ്പാറ ഭാഗത്തേക്ക് തുടങ്ങിയ റോഡുകളിലേക്ക് പോകുന്ന ഒരു ഗതാഗതത്തെ കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കൂടിയാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ. ഇതിനോടൊപ്പം ഇവിടെ തൊട്ടടുത്തുള്ള സിവിൽ സപ്ലൈസ് ഗോഡൌണിലേക്ക് 20 മുതൽ 30 ടൺ വരെ ഭാരമുള്ള വാഹനങ്ങളാണ് ഇത് കൂടെ നിരന്തരം ദിവസം പ്രതി കടന്നു പോകുന്നത്. സ്വകാര്യ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലം അതീവ അപകടാവസ്ഥയിലാണ്. സ്വകാര്യ ബസ്സുകൾ 70ഓളം ട്രിപ്പുകൾ പ്രതിദിനം നടത്തുന്നുണ്ട്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത തരത്തിലാണ് പാലത്തിന്റെ വീതി. പാലത്തിന് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. പാലത്തിന്റെ കൈവരികൾ തകർന്നതും യാത്രാവാഹനങ്ങൾക്ക് ഭീഷണിയാകുന്നുണ്ട്. പാലത്തിന്റെ അടിവശത്തെ കോൺക്രീറ്റ് പാളികൾ തകർന്നതും പാലത്തിന്റെ ബലക്ഷയത്തിന് കാരണമായി. കഴിഞ്ഞ മാസം 24-ന് നിയന്ത്രണം വിട്ട കാർ പാലത്തിൽ അപകടത്തിൽപ്പെട്ടിരുന്നു. അപകടങ്ങൾ പലതുണ്ടായിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കൈവരിയെല്ലാം തകർന്നു കിടന്നിട്ട് ഇപ്പോൾ വാഹനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇവിടെ ഒരു അപായ സൂചന ബോർഡ് വെക്കണമെന്ന് മുനിസിപ്പാലിറ്റി. അതും ഇതുവരെ ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രാധാന്യം ഒരു അത്രത്തോളം മനസ്സിലാക്കുന്നില്ല എന്നാണ് നമ്മുടെ വിഷമം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 60 വർഷത്തിലേക്ക് പഴക്കമുള്ള ഈ പാലത്തിൻ്റെ പണ്ട് റോഡുകളില്ലാത്ത കാലത്ത് പണിത റോഡാണ്. ഇപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസം ഇതിന് കടന്നു പോകുന്നുണ്ട്. ചെർപ്പളശ്ശേരി മുതൽ ഇങ്ങോട്ടുള്ള കണ്ടമാനം ജനങ്ങൾ, ചെർപ്പളശ്ശേരി, കോതകുറിശ്ശി, അതേമാതിരി പത്തംകുളം ഭാഗത്തുള്ള ഒരുപാട് ജനങ്ങൾ ഈ വഴിയാണ് എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും അതുപോലെ തന്നെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒറ്റപ്പാലം ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുന്ന ഏതൊരു മാർഗ്ഗമാണത്. സൗത്ത് പനമണ്ണ പൗരസമിതിയും പ്രദേശവാസികളും പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പല പ്രാവശ്യം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ നഗരസഭാ ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നില്ല. കാരണങ്ങൾ പലതും പറഞ്ഞ് നഗരസഭ ഒഴിഞ്ഞുമാറുകയാണെന്നും ആക്ഷേപമുണ്ട്. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. ഇതിലേക്ക് നിരവധി ആളുകൾ വരുന്നുണ്ട്. ഇവിടേക്ക് പോകുന്നതും പനമണ്ണ നിവാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളായിട്ടുള്ള വെള്ളുവനാട് ഹോസ്പിറ്റൽ, PK ദാസ് എന്നിവരിലേക്ക് പോകുന്നതിനുള്ള ഒരു മാർഗം കൂടി ഇതാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒറ്റപ്പാലം സ്ഥിതി ചെയ്യുന്ന, കണ്ണിയമ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന ജീവനക്കാരും ചെർപ്പളശ്ശേരി ഭാഗത്ത് മുതൽ വരുന്ന ആൾക്കാരും എല്ലാം പോകുന്നത് ഈ വഴിക്കാണ്. ഇത് എന്ന് വേണമെങ്കിൽ ജീർണാവസ്ഥയിലാണ്. കഴിഞ്ഞ മാസം 24-ാം തീയതി, ഏപ്രിൽ മാസം 24-ാം തീയതി ഒരു കാറ് ഇതിൻ്റെ കൈവരികൾ തകർന്നിട്ട് കുറേ കാലമായി കിടക്കുന്നു. ആ കൈവരികൾ അപകടാവസ്ഥയിലായിരുന്നു. അത് ഒരുപാട് തവണ നമ്മുടെ നഗരസഭയിലും MLA, MP, നവകേരള സദസ്സ് തുടങ്ങിയ എല്ലാ വേദികളിലും പൗരസമിതിയും നാട്ടുകാരും രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിരവധി തവണ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടും ഇതിന് നഗരസഭയുടെ കയ്യിൽ പൈസ ഇല്ല ഈ റോഡ് നവീകരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഇത് മാറ്റിവെക്കുകയാണ്. CCN ഒറ്റപ്പാലം.